ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2020 നടന്ന വളരെ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഓവർസിയർ ഗ്രേഡ് 1 ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 1 തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ദ റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ടു ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ്. ഒരു ഡ്രോയിങ്ങിലുള്ള ലെങ്ത്തും ആക്ച്വൽ ലെങ്ത്തും ഒബ്ജക്റ്റിന്റെ ആക്ച്വൽ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്നാണ്. എന്താണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ? എന്താണ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്ങിൽ നമ്മൾ വരയ്ക്കുന്ന ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഗ്രൗണ്ടിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന്റെ മെഷർമെന്റ് അത് എത്രയാണ്, അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്കെയിൽ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡയഗണൽ സ്കെയിൽ എന്ന് നോക്കാം. ഡയഗണൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് സ്കെയിലാണ് വിച്ച് ഈസ് യൂസ് ടു മെഷർ 3 യൂണിറ്റ്സ്. 3 യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കെയിലാണ് ഡയഗണൽ സ്കെയിൽ. ഇതേപോലെ തന്നെ പ്ലെയിൻ സ്കെയിൽ ഉണ്ട് അല്ലേ. 2 യൂണിറ്റുകൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, പ്ലെയിൻ സ്കെയിൽ. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഉള്ള എന്നാൽ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്കെയിലാണ് കമ്പാരേറ്റീവ് സ്കെയിൽ എന്നുള്ളത്. വാട്ട് ഈസ് വെർനിയർ ഫ്രാക്ഷൻ? വെർനിയർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെർനിയർ സ്കെയിലിൽ ഉണ്ടാവുന്ന ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ വെർനിയർ ഫ്രാക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മളിപ്പോൾ ഒരു വെർനിയർ സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ലീസ്റ്റ് കൗണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർനിയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു വെർനിയർ സ്കെയിൽ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ വെർനിയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് റിഫ്രാക്ഷൻ ഇൻഡെക്സ്? റിഫ്രാക്ഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റേ അല്ലെങ്കിൽ ഒരു റേ എത്രത്തോളം ബെൻഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മെഷർമെന്റ് ആണ് ശരിക്ക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോണിക് സെക്ഷൻ വിച്ച് ഹാവ് ഓൺലി 1 ഡയറക്ട്രിക്സ് ഈസ്. ഒരു ഡയറക്ട്രിക്സ് മാത്രമുള്ള കോണിക് സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ് ഈ കോണിക് സെക്ഷൻ എന്ന് പറയാം. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് സർക്കുലർ കോണിനെ സെക്ഷൻ പ്ലെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് പല രൂപത്തിൽ കട്ട് ചെയ്യും. ചിലപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാവാം, ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ആക്സിസിന് പാരലൽ ആവാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവാം, ഇൻക്ലൈൻഡ് ആവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും ഒരു റൈറ്റ് സർക്കുലർ കോണിനെ സെക്ഷൻ പ്ലെയിൻസ് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെക്ഷനുകളെയാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോണിക് സെക്ഷന്റെ എക്സാമ്പിൾ ആണ് എന്ത്, സർക്കുലർ എക്സാമ്പിൾ ആണ്, എലിപ്സ് എക്സാമ്പിൾ ആണ്, പാരാബോള, ഹൈപ്പർബോള, റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഇതൊക്കെ എന്താണ് കോണിക് സെക്ഷനുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് ഡയറക്ട്രിക്സ്? ടാൻജന്റ് പ്ലെയിനും സെക്ഷൻ പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ലൈനിനെയാണ് നമ്മൾ ശരിക്കും ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. കോണിക് സെക്ഷനിൽ ഓരോ ടേംസ് ജനറേറ്റ് ചെയ്യുന്നത് ഈ സെക്ഷൻ പ്ലെയിനെയും അതേപോലെ തന്നെ ടാൻജന്റ് പ്ലെയിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അതിൽ പാരാബോളയ്ക്ക് മാത്രമേ എന്തുള്ളൂ, ഒരു ഡയറക്ട്രിക്സ് വരുന്നുള്ളൂ. ഒറ്റ ഡയറക്ട്രിക്സ് ഉള്ളത് പാരാബോളയ്ക്ക് മാത്രമാണ്. ശരിക്കും പാരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബോൾ എന്തെങ്കിലും ഒരു സാധനം എറിയുകയാണെന്നുണ്ടെങ്കിൽ ആ എറിയുന്നതിൻ്റെ പാത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റൈൽ ഒക്കെ എന്താണ്, ഒരു പാരാബോളിക് ഷേപ്പാണ്. അപ്പോൾ പാരാബോള എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാബോളയിൽ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഏത് പോയിന്റിലോട്ട് എടുത്താലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഏത് പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കോണിക് സെക്ഷൻ ആണ് പാരാബോള എന്നുള്ളത്. എലിപ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എലിപ്സിന് 2 ഡയറക്ട്രിക്സും 2 ഫോക്കസും ഉണ്ട്. ഹൈപ്പർബോളയ്ക്കും എന്തുണ്ട്, 2 ഡയറക്ട്രിക്സും 2 ഫോക്കസും ഉള്ള കോണിക് സെക്ഷൻ ആണ് ഹൈപ്പർബോള. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റ് ഹാവിംഗ് ക്വിക്ക് റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു ഹയർ കണ്ടന്റ് ഓഫ്. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റിൽ എളുപ്പത്തിൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത് എന്തിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാകാൽഷ്യം
അലൂമിനേറ്റ്. ഇങ്ങനെ 4 കോമ്പൗണ്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം സിമെന്റ് വെള്ളവുമായിട്ട് മിക്സ് ആവുമ്പോൾ ഉണ്ടാകുന്ന 4 മേജർ കോമ്പൗണ്ടുകളാണ് C3S, C2S, C3A ആൻഡ് C4AF, അതായത് ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറേറ്റ് എന്നുള്ളത്. സിമെന്റ് വെള്ളവുമായിട്ട് ആഡ് ആവുമ്പോൾ അല്ലെങ്കിൽ മിക്സ് ആവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ. ഈ കോമ്പൗണ്ടുകളെ നമ്മൾ ബോക്സ് കോമ്പൗണ്ട് എന്നാണ് പറയാം. ഇതിൽ ഓരോ കോമ്പൗണ്ടുകളും കൂടുന്നതും കുറയുന്നതിനും അനുസരിച്ച് നമ്മുടെ സിമെന്റിൽ പല വേരിയേഷനുകളും കാണാം, അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ കോമ്പൗണ്ടിനും അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഇവിടെ ചോദിച്ച ചോദ്യം തന്നെ നോക്കുക. ഏർലി സ്ട്രെങ്ത്, ക്വിക്ക് റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു ഹയർ കണ്ടന്റ് ഓഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏത് കോമ്പൗണ്ട് അധികമായിട്ട് വരുമ്പോഴാണ് എളുപ്പത്തിൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഏർലി സ്ട്രെങ്ത് തരാൻ വേണ്ടിയിട്ട് ഉള്ള കോമ്പൗണ്ടാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്നുള്ളത്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ് സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത് ഒരു വീക്കിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന 2 കോമ്പൗണ്ടുകൾ ട്രൈകാൽഷ്യം അലൂമിനേറ്റും ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറേറ്റുമാണ്. ശരിക്കും മനസ്സിലാക്കുക, ട്രൈകാൽഷ്യം അലൂമിനേറ്റും ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറേറ്റുമാണ് ഏറ്റവും ആദ്യം 24 മണിക്കൂറിനുള്ളിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിക്കുക, അലൂമിനേറ്റ് ആണ് എപ്പോഴും 2 അലൂമിനേറ്റുകളാണ് ഏറ്റവും ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്, ഫസ്റ്റ് 24 hours ഫോം ചെയ്യുന്നത്. എന്നാൽ കോൺക്രീറ്റ് എളുപ്പത്തിൽ ഹാർഡൻ ചെയ്യിപ്പിക്കുന്നത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ടെട്രാകാൽഷ്യം അലൂമിനോഫെറേറ്റ് ശരിക്കും സിമെന്റിന് ആ ഗ്രേ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് ടെട്രാകാൽഷ്യം അലൂമിനോഫെറേറ്റ് ആണ്. ഓക്കെ, ഇനി ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഞാൻ പറഞ്ഞു ഏർലി സ്ട്രെങ്ത് തരുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റും പ്രോഗ്രസീവ് സ്ട്രെങ്ത് തരുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റുമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ എന്താണ്, ഏത് കൂടുമ്പോഴാണ് ഏർലി സ്ട്രെങ്ത് കൂടുക അല്ലെങ്കിൽ ക്വിക്ക് റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ഉണ്ടാവുക എന്നുള്ളത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഡ്യൂ ടു മോയ്സ്ചർ ഈസ്, അതായത് ഫൈൻ അഗ്രിഗേറ്റിൽ മോയ്സ്ചർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം, ബൾക്കിംഗ് ഓഫ് സാൻഡ് ആണ്. ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിലോട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വോളിയം എന്ത് ചെയ്യും, മുമ്പത്തേനേക്കാളും കൂടും. അങ്ങനെ നമ്മൾ വീണ്ടും വാട്ടർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയും അതൊരു സാച്ചുറേഷൻ ലെവലിൽ എത്തുകയും ചെയ്യും. സാച്ചുറേഷൻ ലെവലിൽ എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും വാട്ടർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പാരാബോളിക് ഷേപ്പിലുള്ള കർവാണ് എന്ത്, ബൾക്കിംഗ് ഓഫ് സാൻഡിന് നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബൾക്കിംഗ് ഓഫ് സാൻഡ് സംഭവിക്കുന്നത്? ശരിക്കും നമുക്കറിയാം, ഫൈൻ അഗ്രിഗേറ്റിൽ ഒരുപാട് തരികളുണ്ട് അല്ലേ, പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിന്റെ ചുറ്റും നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസിന്റെ ചുറ്റും എന്ത് ചെയ്യും, ഒരു തിൻ ലെയർ ഓഫ് വാട്ടർ എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്. അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസിന്റെ ചുറ്റും ആ തിൻ ലെയർ ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും. എന്നാൽ അതൊരു സാച്ചുറേഷൻ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഫിലിം ബ്രേക്ക് ആവുകയും അതിന്റെ വോളിയം എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ശരിക്കും ബൾക്കിംഗ് ഓഫ് സാൻഡിലൂടെ സംഭവിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ ഒന്ന് നോക്കാം. എന്താണ് സ്ലേക്കിംഗ്? സ്ലേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമിലേക്ക് ക്യുക്ക് ലൈം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ലൈമിന് ലൈംസ്റ്റോൺ കാൽസിനേഷൻ സംഭവിച്ച് ലൈം ഫോം ചെയ്യുന്നതിനെയാണ് ക്യുക്ക് ലൈം എന്ന് പറയാം. ഈ ക്യുക്ക് ലൈം ഇമ്പ്യൂരിറ്റി തീരെയും ഇല്ലാത്ത ലൈമാണ് എന്ത്, ക്യുക്ക് ലൈം. ഈ ക്യുക്ക് ലൈമിന് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ കഴിയില്ല, അതൊരിക്കലും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ കളക്ട് ചെയ്തുകൊണ്ടാണ് അത് സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യുക്ക് ലൈമിലേക്ക് വെള്ളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രേറ്റഡ് ലൈമായിട്ട് മാറും അല്ലേ. ഈ ഹൈഡ്രേറ്റഡ് ലൈം അല്ലെങ്കിൽ അങ്ങനെ ഹൈഡ്രേറ്റഡ് ലൈമായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ വെള്ളം റിസീവ് ചെയ്തുകൊണ്ട് ലൈം ഹൈഡ്രേറ്റഡ് ലൈമായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വാർപ്പിംഗ്? വാർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോൺക്രീറ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് അല്ലേ വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളുടെ സ്ലാബിന്റെ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് സ്ലാബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോപ്പ് സർഫസും ബോട്ടം സർഫസിലൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. എന്നാൽ അതിന്റെ സെന്റർ പോർഷനിൽ എന്ത് ചെയ്യും, വാട്ടർ നിൽക്കുകയുണ്ടാവും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വാർപ്പിംഗ് എന്ന് പറയുന്നത്. ശരിക്കും വാർപ്പിംഗ് എന്താണ്, ഒരു ഡിഫക്റ്റ് ആണ് അല്ലേ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഷ്രിങ്കിങ് ഇതേപോലെ തന്നെ വെള്ളത്തിനെ വലിച്ചെടുത്തുകൊണ്ട്, ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ഷ്രിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങി പോവുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷ്രിങ്കിങ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ ഗുഡ് ബ്രിക്ക് എർത്ത് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇമ്പാർട്സ് പ്ലാസ്റ്റിസിറ്റി ടു ദി എർത്ത്, ഇറ്റ് ക്യാൻ ബി മോൾഡഡ്. ഒരു ബ്രിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രിക്ക് എർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏത് കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് പ്ലാസ്റ്റിസിറ്റി തരുന്നത്,
പ്രോപ്പറായിട്ട് എർത്തിനെ മോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഒരു ബ്രിക്കിൻ്റെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലൂമിനയാണ്. അലൂമിനയുടെ കണ്ടന്റ് 20-30% ആണ്. അലൂമിന 30% വരെ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിന് ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാനുള്ള കാരണം ബ്രിക്കിനെ പ്രോപ്പറായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് അലൂമിന എന്നുള്ളത്. അതുകൊണ്ടാണ് അലൂമിന ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആയത്. അപ്പോൾ ഒരു ബ്രിക്കിനെ മോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് അലൂമിനയാണ്. എന്നാൽ ഒരു ബ്രിക്കിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? സിലിക്കയാണ്. സിലിക്ക 50 മുതൽ 60% വരെ എന്തുണ്ടാവും? സിലിക്ക ഉണ്ടാവും. സിലിക്ക ക്രാക്കിനെയും അതേപോലെ തന്നെ ഷ്രിങ്കിങ്ങിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. ലൈം എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സ് ആണ്. 5% കൂടുതൽ എന്തുണ്ടാവില്ല? ലൈം ഉണ്ടാവില്ല. നമുക്കറിയാം സിലിക്കയുടെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ലൈമിൻ്റെ ഡ്യൂട്ടി. ഇനി ഓക്സൈഡ്സ് ഓഫ് അയേൺ എന്ന് പറയുന്നത് ആക്ച്വലി കളർ തരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. ബ്രിക്കിന് റെഡ് കളർ കൊടുക്കുന്നത് ലൈം ഓക്സൈഡാണ്, അയേൺ ഓക്സൈഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ദ ലിക്വിഡ് സബ്സ്റ്റൻസ് വിച്ച് ഹോൾഡ് ദ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എ പെയിന്റ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻ. ഒരു പെയിന്റിൽ ആ പെയിന്റിന്റെ ഇൻഗ്രീഡിയൻറ്റുകളെ ലിക്വിഡ് സസ്പെൻഷനിൽ പിടിച്ചു നിർത്തുന്ന സബ്സ്റ്റൻസ് ഏതാണ്? ലിക്വിഡ് സബ്സ്റ്റൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ വെഹിക്കിൾ എന്നാണ് പറയുക. നമുക്കറിയാം ഒരു പെയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ബേസ്, വെഹിക്കിള്, കളറിംഗ് പിഗ്മെന്റ്, പെയിന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ഉള്ളത്. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബേസ്. ബേസ് എന്താണ്? ശരിക്കും പെയിന്റിന്റെ ബോഡീനെയാണ് നമ്മൾ എന്ത് പറയുക? ബേസ് എന്ന് പറയാം. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറയുന്നത് വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, അതേപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് അയേൺ, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, ഇതൊക്കെയാണ് നമ്മൾ ടൈറ്റാനിയം വൈറ്റ്, ആന്റിമണി വൈറ്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് വെഹിക്കിൾ. വെഹിക്കിൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡ് ആണ്. ആ ലിക്വിഡ് സസ്പെൻഷനിൽ ഈ ബോഡീനെ, ഈ ബേസിനെ പിടിച്ചു നിർത്തുന്ന എന്താണ്? വെഹിക്കിളാണ്. വെഹിക്കിളിന് നമ്മൾ കരിയർ എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? നമുക്ക് ആ സ്മൂത്ത് ആയിട്ട് നമ്മുടെ സർഫസിലൂടെ റൺ ചെയ്യാൻ സഹായിക്കുന്നത് ഈ വെഹിക്കിളാണ്. വെഹിക്കിൾ സാധാരണയായിട്ട് ഓയിൽ പെയിന്റുകളിൽ എന്തെങ്കിലും ഓയിലായിരിക്കും, ലിൻസീഡ് ഓയിൽ, ടങ് ഓയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒന്ന് ഡ്രയർ ആണ്. ഡ്രയർ നമുക്കറിയാം പെട്ടെന്ന് നമ്മുടെ പെയിന്റ് സർഫസിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ലിക്വിഡിറ്റി നഷ്ടപ്പെട്ടു പോവാൻ, ഡ്രൈ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റ് ആണ് എന്ത്? ഡ്രയർ എന്നുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രയർ എന്നുള്ളത് ലിത്താർജാണ്. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത് കളറിംഗ് പിഗ്മെന്റ് ആണ്. നാലാമതായിട്ടാണ് കളറിംഗ് പിഗ്മെന്റ് പറയുന്നത് എന്നുണ്ടെങ്കിലും പെയിന്റിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്നറിയപ്പെടുന്നത് കളറിംഗ് പിഗ്മെന്റ് ആണ്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കളറിംഗ് പിഗ്മെന്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളറിംഗ് പിഗ്മെന്റിനെ ചീഫ് ഇൻഗ്രീഡിയന്റ് ഓഫ് ദ പെയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്, മാർബിൾ ഈസ് നോൺ ആസ്. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാർബിള് എന്ത് ടൈപ്പ് റോക്കാണ് എന്നുള്ളതാണ് ചോദ്യം. കെമിക്കലി റോക്കിന് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സിലീഷ്യസ്, കൽക്കേരിയസ്, അർജിലീഷ്യസ്. ഇതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ളതാണ് എന്ത്? ഇഗ്നിയസ്, സെഡിമെന്ററി, അതേപോലെ തന്നെ മെറ്റമോർഫിക് എന്നുള്ളത്. മാർബിള് ഒരു മെറ്റമോർഫിക് റോക്കാണ്, പക്ഷേ അത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ല, മറിച്ച് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. എന്നാൽ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാർബിൾ വരുന്നത് കൽക്കേരിയസ് റോക്കായിട്ടാണ്. അതായത് കാൽഷ്യം കൂടുതലുള്ള റോക്കാണ് കാൽക്കേരിയസ് റോക്ക് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മാർബിൾ. അതേപോലെ തന്നെ ലൈം സ്റ്റോൺ, ഇതൊക്കെ കൽക്കേരിയസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. സിലീഷ്യസ് റോക്കിൽ എന്താണ്? സിലിക്കയാണ് മേജർ കണ്ടന്റ് ഉണ്ടാവുക. സിലീഷ്യസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഇപ്പൊ മാർബിള് കാൽക്കേരിയസ് ആണെങ്കിൽ ഗ്രാനൈറ്റ് സിലീഷ്യസ് റോക്കാണ്. അതേപോലെ തന്നെ ക്വാർട്സൈറ്റ് ഒക്കെ സിലീഷ്യസ് റോക്കാണ്. അർജിലീഷ്യസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ് സ്ലേറ്റ്, അതേപോലെ തന്നെ ലാറ്ററൈറ്റ് ഒക്കെ. ക്ലേ കണ്ടന്റ് കൂടുതലുള്ള, അർജിൽ കൂടുതലുള്ള റോക്കുകളാണ് എന്ത്? അർജിലീഷ്യസ് റോക്ക് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ലൈം സ്റ്റോൺ ടു റെഡ്നെസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ ഈസ് ടേംഡ് ആസ്. എയറിനോട് കോണ്ടാക്ട് വെച്ചുകൊണ്ട് ലൈം സ്റ്റോണിനെ റെഡ്നെസ്സിലോട്ട് ഹീറ്റ് ചെയ്യുക, അതായത് റെഡ് കളറാക്കി ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കാൽസിനേഷൻ്റെ ഒരു പ്രോസസ്സാണ്. മുകളിലൂടെ ലൈം നമ്മൾ ഇൻസേർട്ട് ചെയ്യും, അതിൻ്റെ സെൻറ്ററിലൂടെ എന്ത് ചെയ്യും? ഫ്യൂവൽ കൊടുത്ത് കത്തിക്കും, എന്നിട്ട് അടിയിലൂടെ എന്ത് ചെയ്യും? അത് എടുക്കുകയാണ് ചെയ്യുക. എയർ എന്ത് ചെയ്യും? അതിലോട്ട് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്.
പിന്നെ സ്ലേക്കിംഗ് ഓഫ് ലൈം നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു. എന്താണ് സ്ലേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുക്ക് ലൈമിലേക്ക് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് ലൈം മാറുന്നതിനെയാണ്, അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് ഫാറ്റ് ലൈമാണ്. ഫാറ്റ് ലൈം ഏറ്റവും പ്യുവറായിട്ട് നമുക്ക് ലഭിക്കുന്ന ലൈമാണ് എന്ത് ഫാറ്റ് ലൈം. വെറും 5% മാത്രമേ എന്തുണ്ടാവുള്ളൂ ഫാറ്റ് ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുള്ളൂ. അതാണ് ഫാറ്റ് ലൈമിൻ്റെ പ്രത്യേകത. ഫാറ്റ് ലൈം വൈറ്റ് ലൈം എന്നറിയപ്പെടുന്നുണ്ട്, കാരണം അത് എന്താണ് വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ഫാറ്റ് ലൈമാണ്. ഇനി വാട്ട് ഈസ് വാട്ടർ ലൈം? വാട്ടർ ലൈം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലൈമിനെയാണ്. ഹൈഡ്രോളിക് ലൈം ഇമ്പ്യൂരിറ്റീസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, അതായത് 5 to 30% വരെ എന്തുണ്ടാവും ഹൈഡ്രോളിക് ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഹൈഡ്രോളിക് ലൈമിന്റെ വേറൊരു പേരാണ് വാട്ടർ ലൈം. വാട്ടർ ലൈം എന്ന് പറയാനുള്ള കാരണം എന്ത് ചെയ്യും, ഈ ലൈം വെള്ളത്തിനടിയിൽ വെച്ച് സെറ്റ് ആവും, അതുകൊണ്ടാണ് ഇതിനെ വാട്ടർ ലൈം എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പോർഷൻ ഫ്രം വിച്ച് ദ ബ്രാഞ്ചസ് ഈസ് റിമൂവ്ഡ് റിസീവ്സ് നൗറിഷ്മെന്റ് ഫ്രം ദി ട്രങ്ക് ആൻഡ് ഡാർക്ക് റിംഗ്സ് വിച്ച് ആർ നോൺ ആസ്. അതായത് ഒരു ട്രീയുടെ ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ബ്രാഞ്ചുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിന് ആ ഭാഗത്തേക്ക് ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫ്രം ദ ട്രങ്കിൽ നിന്ന് എന്ത് ചെയ്യും, അതിന് ന്യൂട്രിയൻസ് കിട്ടും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു ഡാർക്ക് റിങ് ഫോം ചെയ്യും. അതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ നോട്ട് എന്നാണ് പറയാം. അപ്പം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് അൺവാണ്ടഡ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലോ അതല്ലെങ്കിൽ ഒടിഞ്ഞു പോയാലോ ഒക്കെ അതിൻ്റെ ട്രീ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് കാരണം അതിൻ്റെ ആ ബ്രാഞ്ച് കട്ട് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ഹാർഡ് സ്റ്റോൺ പോലെയുള്ള ഒരു പോർഷൻ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. ഇത് നോട്ട് എന്നുള്ളത് എന്താണ്, ആക്ച്വലി ഒരു ഡിഫക്റ്റ് ആണ് ടിമ്പറിലുള്ളത്. നമുക്കറിയാം, ചില മരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറുത്ത കളറിൽ എന്ത് ചെയ്യും, ഇതേപോലെ സർക്കിൾസ് നമുക്ക് കാണാം. അപ്പോൾ അതെന്താണ്, നോട്ടുകളാണ്. ഇനി വാട്ട് ഈസ് റിൻഡ് ഗാൾ? റിംഗ് ഗാൾ എന്നല്ല, ശരിക്കും റിൻഡ് ഗാൾ എന്നാണ്. റിൻഡ് ഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ടറിലുള്ള പ്രൊജക്ഷനെയാണ് റിൻഡ് ഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ റിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർക്കാണ്, ഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ഗ്രോത്തിനെയാണ് നമ്മൾ ഗാൾ എന്ന് പറയുക. അപ്പോൾ ബാർക്കിൽ ഉണ്ടാകുന്ന അബ്നോർമൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ആ പ്രൊജക്ഷനെ അല്ലെങ്കിൽ ആ സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ റിൻഡ് ഗാൾ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് മെഡ്യൂല? ഒരു ടിമ്പറിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും സെന്റർ പോർഷനെയാണ് എന്ത് പറയുന്നത്, പിത്ത് അല്ലെങ്കിൽ മെഡുല എന്ന് പറയുന്നത്. രണ്ടും ഒരേ ടേം ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലോസ് ഓഫ് വാട്ടർ പെനട്രേറ്റഡ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് മേ ജോയിൻ സം അണ്ടർഗ്രൗണ്ട് വാട്ടർ. അതായത് വെള്ളം സോയിലിലേക്ക് പെനട്രേറ്റ് ചെയ്യുകയും പെനട്രേറ്റ് ചെയ്ത് അത് എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് വാട്ടറിലോട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യുന്ന അങ്ങനത്തെ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയാം. അപ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻസർ മനസ്സിലാവും. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത് അകത്തേക്ക് പോയി ഒന്നിലേക്ക് ജോയിൻ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയാം. എന്നാൽ പെർക്കൊലേഷൻ എന്ന് പറഞ്ഞാൽ തുളഞ്ഞകത്തേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ശരിക്കും പെർക്കൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർഫസ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോവാതെ പുറത്തൂടെ ഒഴുകി പോകുന്നതിനെ നമ്മൾ സർഫസ് റൺ ഓഫ് എന്ന് പറയും. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രീയിലൊക്കെ വന്ന് തങ്ങി നിൽക്കുന്ന വെള്ളം ആവിയായി പോകുന്നതിനെ, അല്ലെങ്കിൽ ട്രീയുടെ ബ്രാഞ്ചസിലോ അതിൻ്റെ ലീവ്സിലോ ഒക്കെ വന്ന് നിൽക്കുന്ന വെള്ളം ആവിയായി പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.